ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്രിഡ്ജ് എങ്ങനെ നീറ്റായിട്ടിരിക്കണം, ബാഡ് സ്മെല്ലില്ലാതിരിക്കണം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് ആദ്യത്തെ ടിപ്പ് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ എടുക്കാം. ഞാൻ നമ്മുടെ ഓഫർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ ചുരുട്ടി എടുക്കുക. അതായത് ഒരുപാട് ഇങ്ങനെ അമർത്തി ടൈറ്റ് ആക്കരുത്, ഒരു ലൂസ് രൂപത്തിൽ ഇതിങ്ങനെ ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കുക. ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ, അതിന് 2 പേജ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വലുതാക്കിയിട്ട് ബോൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കാം കേട്ടോ. കൂടുതൽ സർക്കുലേഷൻ നടക്കുന്നത് ഫ്രീസറിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അതിൽ വയ്ക്കുക. അപ്പോൾ ആ പേപ്പറിൽ എന്ത് ചെയ്യും, ഈ വെച്ച പേപ്പറിൽ അതിൽ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം ആ പേപ്പർ നമുക്ക് പറ്റി പിടിച്ചിട്ട് ഇട്ടുണ്ടാവും. അപ്പോൾ പിറ്റേത് നമുക്ക് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ആ സ്മെല്ലൊക്കെ ആ പേപ്പറിന്മേ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടിപ്പാണ് നാരങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു നാരങ്ങ നമുക്ക് കട്ട് ചെയ്താകുമ്പോൾ ബേക്കിംഗ് സോഡ ഇല്ല അതിട്ട് വെച്ചിട്ടും അങ്ങനെയും വെക്കാം. അല്ലാതെ ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ നമുക്ക് ലെമൺ മാത്രം വെക്കാനും പറ്റും കേട്ടോ. ടിപ്പാണ് ഈ ലെമണിൽ നമ്മളങ്ങനെ ഗ്രാമ്പൂല്ല അത് 3-4 ഗ്രാമ്പ് കുത്തി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം. ഈ ബേക്കിംഗ് സോഡ ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചെറിയൊരു ബൗൾ ബേക്കിംഗ് സോഡ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വെക്കാം കേട്ടോ. നാരങ്ങയിൽ വെക്കണേ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വെക്കാം. ഇപ്പോൾ നാരങ്ങ തനിയും നമുക്കൊരു ചെറിയൊരു ബൗളാക്കിയിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൗൾ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഇല്ലാത്ത ഏരിയയിൽ നോക്കിയിട്ട് ഒരു കോർണറിൽ നമുക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. ഞാൻ മുമ്പ് വെച്ചിട്ടുള്ളതാണ്. ഇത് ഡ്രൈ ആയി തുടങ്ങി, അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ളത് വെക്കാം കേട്ടോ. അതുകൂടാതെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രഷ് അല്ലാതെ അത് നാശാവാനായ വെജിറ്റബിൾസോ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വേഗം എടുത്ത് മാറ്റുക. ഒന്ന് കേടുപോയതുണ്ടെങ്കിൽ അത് വേറെ ഫ്രൂട്ട്സിനെയും ആണ് വെജിറ്റബിൾസിനും അതും കൂടി കേട് വരും. അപ്പോൾ അതങ്ങനെ ഇരുന്നാലും നമുക്ക് ഫ്രിഡ്ജ് ബാഡ് സ്മെല്ല് വരും. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കുക, ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ക്ലീൻ ആക്കട്ടെ. എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ആക്കുമ്പോഴും പവർ ഓഫ് ചെയ്തിട്ട് വേണ്ട ക്ലീൻ ആക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡയും വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. എന്നിട്ട് അതിന് ശേഷം നല്ല നാരങ്ങ നീരും കുറച്ച് വിനെഗറൊക്കെ മിക്സ് ആക്കിയിട്ട് നല്ല സ്മെല്ല് വേണ്ട അത് വെച്ചിട്ട് കോട്ടൺ തുണിയിൽ വെച്ചിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. എപ്പോഴും പവർ ഓഫ് ചെയ്തിട്ട് വേണം ക്ലീൻ ആക്കാൻ. അതുപോലെ ഫ്രഷ് ആയിട്ടും ഉള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മാത്രം വെക്കുക. അതുപോലെ തന്നെ പഴയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് മാറ്റാം. അങ്ങനെ ഒക്കെ ചെയ്താൽ തന്നെ നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ട് ഇരിക്കും. ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നീറ്റായിട്ട് വെക്കുക കേട്ടോ ഫ്രിഡ്ജൊക്കെ. അപ്പോൾ ഇത്ര നമ്മളുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.